ഹലോ, നമസ്കാരമുണ്ട്. അങ്ങനെ എലക്ഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് കുറേ ആൾക്കാർ ജയിച്ച്, കുറേ ആൾക്കാർ തോറ്റ്, ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണക്കാരെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഈ എലക്ഷൻ എന്നെ എന്താ പഠിപ്പിക്കുന്നത്, ഈ എലക്ഷനിൽ നമ്മളെന്താ കാണുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളൂടെ ഷെയർ ചെയ്യാം. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്കും വിശകലനം ചെയ്തിട്ട് നിങ്ങൾക്കും അവലോകനം ചെയ്തിട്ടൊക്കെ നടക്കാം. അപ്പോൾ ആദ്യം ഇലക്ഷൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്കറിയാലോ എന്താ, BJPക്ക് എത്രയോ വോട്ട് കിട്ടും, 400 പാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്തായി, 300 പാർ പോലും പോകാൻ പറ്റിയില്ല. ഒറ്റയ്ക്ക് BJPക്ക് മെജോറിറ്റി കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. ഇന്ത്യ സഖ്യം അവിടെ അടിച്ച് കയറി മുന്നോട്ട് പോയി. അതാണ് മൊത്തമായിട്ട് ഇലക്ഷൻ്റെ ഒരു സംഭവം. നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFൻ്റെ തരംഗമായിരുന്നു. LDFന് ഒരൊറ്റ സീറ്റ്, NDAക്ക് ഒരു സീറ്റ് ഇപ്പോൾ സുരേഷ് ഗോപിനെ കിട്ടി അല്ലേ. അവിടെ രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. അധികാരത്തിലുള്ള LDF ഗവൺമെൻറ്റിന് ഒരു സീറ്റ് പോലും ഇതുവരെ കിട്ടാത്ത NDAനെ പോലെ ഒരു സീറ്റിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഇലക്ഷനിൽ വിജയം പരാജയം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ട ആൾക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് അന്വേഷിക്കണം. UDF അതേപോലെ തന്നെ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളതും അന്വേഷിക്കണം. കാരണം എന്തുകൊണ്ട് വിജയിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിജയത്തിന് കാരണമായത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇനിയും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം വിജയിച്ച ആൾക്കാർ ചെയ്യണം. പരാജയപ്പെട്ട ആൾക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഈ ഇതിൽ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എൻ്റെ തോട്ടിൽ വന്ന്, എന്തുകൊണ്ടായിരിക്കും അധികാരത്തിലുള്ള പാർട്ടിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേന്ദ്രത്തിൽ 2 ടേമായിട്ട് അധികാരത്തിൽ BJP NDA തകർത്ത് നടക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു തിരിച്ചടി BJPക്ക് ഉണ്ടായിട്ടില്ല? കേരളത്തിൽ അധികാരത്തിൽ LDF ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പരിതാപകരമായൊരു ഇലക്ഷൻ റിസൾട്ട് LDFന് വരാൻ കാരണം? ഞാൻ എൻ്റെ ഒരു തോട്ട് പറയാം. നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി ആണ് അധികാരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പാർട്ടി, ഞാനാണ് അധികാരത്തിൽ, ഞങ്ങളാണ് അധികാരത്തിൽ എന്ന ധ്വനി എന്നൊരു സ്വരം നിങ്ങളുടെ സംസാരത്തിൽ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നത് LDFൻ്റെ അണികളിലും BJPൻ്റെ അണികളിലും ഈ ധ്വനി, ഈ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ ആ സ്വരമുണ്ട്, ആ ധ്വനി ഉണ്ട് എന്നുള്ളത് ഒരു സാധാരണക്കാരന് തോന്നും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ തെറി പറഞ്ഞു വിചാരിക്കാം, ആരാണ്ടാ പറയാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറി പറഞ്ഞു വിചാരിക്കാം. അതൊരു LDF കാരനാണെങ്കിൽ അതിൽ അധികാരത്തിൻ്റെ സ്വരം നമ്മൾ കാണും. ഇപ്പോൾ ഒരു BJP കേന്ദ്രത്തിൻ്റെ ഒരു കാര്യത്തിൽ വരെ ആരാണ്ടാ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ള ലൈനിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മളോട് തട്ടിക്കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അധികാരത്തിൻ്റെ സ്വരം ഉള്ളതായിട്ട് നമുക്ക് തോന്നും. നേരെ വിപരീതം ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ഒരാൾ നമ്മളോടൊരു എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു അധികാര സ്വരം അതിൽ തോന്നില്ല. കാരണം കോൺഗ്രസ് അധികാരത്തിലല്ല, കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലല്ല, നാഷണൽ ലെവലിൽ എന്നുള്ളതുണ്ട്. ഇത് കോൺഗ്രസ്സോ LDFോ BJP എന്നുള്ളതല്ല, അധികാരത്തിലുള്ള പാർട്ടിയുടെ അണികൾ എന്തെങ്കിലും കാര്യത്തിൽ തട്ടിക്കയറുമ്പോൾ, വേറൊരാളുടെ മെക്കിട്ട് കയറുമ്പോൾ ഒക്കെ അതിൽ അധികാരത്തിൻ്റെ ധ്വനി, അധികാരത്തിൻ്റെ സ്വരം ഉണ്ടാവും. അപ്പം അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ അന്ധമായ അധികാരത്തിമിരം ബാധിച്ച അണികളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടികളുടെ ഒക്കെ വമ്പൻ പരാജയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത്. അത് മാത്രമേ ഞാൻ പറയുന്നില്ല, അതിനൊരു ഫാക്ടറാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ BJPൻ്റെ കേസിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ആ മോദിയുടെ അവസാനം വന്നിട്ടില്ല, മോദിക്ക് വാരാണസിയിൽ മോദിയുടെ വോട്ടിൻ്റെ ഷെയറൊക്കെ കുറഞ്ഞു പോകാനുള്ള കാരണം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മൂപ്പര പ്രസംഗങ്ങൾ കേട്ടതല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് മട്ടം കഴിക്കുന്നതിനെ പറ്റിയിട്ട് അല്ലേ. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. എത്ര വർഗീയമായിട്ടുള്ള പ്രസംഗങ്ങളാണ് മൂപ്പര് നടത്തിക്കൊണ്ടിരുന്നത്, ഒരു നാണമില്ലാണ്ട്.
അതൊരു വലിയ കാരണമാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഈ മോദിനെ എന്തോ എന്താ മോദിനെ കമ്പയർ ചെയ്യുന്ന ശ്രീരാമായിട്ട് കമ്പയർ, അതായത് ദൈവമാണ്, ദൈവത്തിൻ്റെ അവതാരമാണ് മൂപ്പരെന്നെ വിചാരിച്ച്. ഇത് ആൾക്കാർ പറഞ്ഞിട്ട് മൂപ്പർക്ക് തന്നെ തോന്നി മൂപ്പർ എങ്ങനെയാന്നുള്ളത്. മൂപ്പര് സ്വന്തം അമ്മേനെ തള്ളി പറഞ്ഞ് ഞാൻ ബയോളജിക്കലൊന്നല്ല, ദൈവം അയച്ചെന്നൊക്കെ പറഞ്ഞ് പെരുമാതിരി ഡയലോഗ്. അതായത് ഒരു ലെവല് കഴിഞ്ഞാൽ മൂപ്പരെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത മാതിരിയായിപ്പോയി. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പം ആൾക്കാർക്ക് ഇയാൾക്ക് ഇത് എന്തിൻ്റെ കാറ്റാന്ന് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഇപ്പം ബാക്കിയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വാരാണസിയിൽ മൂപ്പരെ വോട്ട് ഷെയറൊക്കെ കുറഞ്ഞു പോകാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇതിലൊരു ഗുണം ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഇനിയും പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ മോദീനെ അങ്ങനെ വീർപ്പിച്ച് അമ്പും വില്ലും ഇല്ലയെന്നേ ഉള്ളൂ. ശ്രീരാമൻ്റെ തൊട്ടപ്പുറത്ത് മോദീൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ശ്രീരാമൻ്റെ മുകളിൽ കയറാൻ വിചാരിച്ചിട്ടാണ് മൂപ്പരാടെ നിന്നിരുന്നത്. വിവേകാനന്ദൻ്റെ പാറേൻ്റെ മുകളിൽ കയറിയിട്ട് ധ്യാനിച്ച കൂടി മൂപ്പരിങ്ങനെ അടുത്തൊരു എനിക്ക് ശ്രീരാമനെക്കാട്ടും കേമനാവും എന്നുള്ള ലൈനിലാണ് മോദി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അത് ഊതി വീർപ്പിച്ചിങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ആൾക്കാരുടെ ഒരു ധാരണ എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോദി ഉണ്ടെങ്കിൽ 400 സീറ്റിൽ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 450 സീറ്റിൽ ജയിക്കുന്നുള്ള രീതിയിലാണ് മോദീനെ ഊതി വീർപ്പിച്ചിട്ടുള്ളത്. അതായത് എത്ര സീറ്റ് ഉണ്ടോ മത്സരിക്കാൻ അതിനെക്കാട്ടും കൂടുതൽ സീറ്റിൽ ജയിക്കുന്നുള്ള ലൈനിലൊക്കെയാണ് ഈ ഇത്. ഇപ്പം തെറ്റി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റും കൂടെ കിട്ടാണ്ട് പോയി. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നത് അപ്പോൾ ഇയാൾ ശരിക്കും ദൈവത്തിൻ്റെ ഒന്നും അല്ലേ, അപ്പോൾ ഇയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ പറയണ വീർപ്പിക്കലോ ഇതൊന്നും ഇല്ലേ എന്നുള്ള ആൾക്കാർക്ക് തോന്നും. അപ്പോൾ ഇനി ബി ജെ പിക്ക് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മോദി എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല. അതിനൊപ്പം എന്ന് പറഞ്ഞാൽ വേറൊരാളെ വീർപ്പിക്കാൻ വേണ്ടി വേറൊരു ബലൂൺ എത്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ മോദി എന്നുള്ള ബലൂണിൻ്റെ കാറ്റ് പോകുമ്പോൾ വേറൊരു ബലൂണെ വീർപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി ഇത് വേണം. അത് ഏത് ബലൂണാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ ഒരു ബലൂൺ ഉണ്ടാക്കി വെക്കണം ഇവർക്ക്. അതാണ് ബി ജെ പിൻ്റെ സംഭവം. പിന്നെ തോൽക്കാൻ പലപ്പോഴും പരാജയപ്പെടുക എന്നുള്ളത് ആ പാർട്ടിയുടെ അണികളുടെ പ്രശ്നങ്ങളാണെങ്കിലും ഒപ്പോസിഷൻ്റെ ഒരു സ്ട്രെങ്ത് അതിലില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിൻ്റെ ഡെഫിനറ്റ്ലി രാഹുൽ ഗാന്ധി ഇന്ത്യ മൊത്തം നടന്നത്, മല്ലികാർജുൻ ഖാർഗെ എന്നുള്ളൊരു നേതാവ് അപ്പോസിഷനിലേക്ക് വരുന്നത്, ബ്രിങ്ങിങ് എവരി വൺ ടുഗദർ, ഇതൊക്കെ വലിയൊരു സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു ഇത്രയും 2 ഈടി പേടി കീടി ചീടി ഇത്യാദി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ബി ജെ പി ഉള്ള കളി മുഴുവൻ കഴിച്ചിട്ട് എന്തായി ആ ഒരു ഇന്ത്യ എന്നുള്ള പേരിന് ഒരു ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതുണ്ടായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആരാണ്? മറ്റുമല്ല ഓല എന്തായാലും തന്നെ ഇന്ത്യ ഭാരതം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയും ഭാരതവും ഒക്കെ ഒരേപോലെയാണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആ അലയൻസിനെയാണ് പറയുക. അതൊരു മാസ്റ്റർ സ്ട്രോക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ടു ബി ഓണസ്റ്റ്, വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചടി മോദിക്ക് ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അവിടെ ഭയങ്കര സന്തോഷം അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതേ പറയുമ്പോൾ തന്നെ നമുക്ക് തൃശ്ശൂരിലേക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല. തൃശ്ശൂർ നമ്മളിങ്ങനെ എന്താ പറയുക, തരണം തരക്കണം കൊടുക്കണം ഒക്കെ പറഞ്ഞിട്ട് മുപ്പരിങ്ങനെ നടന്നിട്ട് ഇനി കൊടുത്തതാണോ എടുത്തതാണോ തന്നതാണോ എടുത്തതാണോ ഇതൊക്കെ അവിടെ കട്ടെ. കാരണം അതിനൊക്കെ ആൾക്കാർ ഇപ്പോൾ LDF ഒരു മെസ്സേജൊക്കെ വരുന്നുണ്ട്, ഇത്ര വോട്ട് അപ്പോൾ ആരാണ് കൊടുത്തത്, അങ്ങോട്ട് വോട്ട് ഇങ്ങോട്ട്. തോറ്റാൽ തോൽവിയായിട്ട് സമ്മതിച്ച് ബാക്കി കാര്യങ്ങൾ പോയി അതിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് ഇങ്ങനെയുള്ള കളികൾ കളിക്കാണ്ടിരിക്കുക, അത് പോട്ടെ. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി, എനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയോട് ഞാൻ അങ്ങനെ ആലോചിക്കും. ഇതൊക്കെ ഈ ഇലക്ഷനൊക്കെ നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇലക്ഷനിൽ നമ്മൾ ഇൻവോൾവ് അല്ല ഇൻ പേഴ്സൺ എന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെയും കൂടെ വിശകലനം ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം കൂടിയാണ്. ചോദിച്ചു എന്തായിരിക്കും എനിക്ക് ഈ സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമം വന്നു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ എനിക്ക് രസമൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല അയാൾ ജയിച്ചത് അയ്യേ എന്ന് വിചാരിച്ച്. അപ്പോൾ എന്ന് വെച്ചാൽ ഇയാളോട് എനിക്ക് ഇയാളുടെ സിനിമയൊക്കെ ഞാൻ കാണുന്നത് എന്താണെന്ന്. ശരിയാണ്, BJP എന്നുള്ളൊരു പാർട്ടിയുടെ NDA എന്നുള്ള ഗ്രൂപ്പിനോടൊക്കെ എൻ്റേതായിട്ടുള്ള എതിർപ്പുകളുണ്ട്. അതാണോ കാരണം എന്നുള്ളത്? അതല്ല കാരണം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ വർത്തമാനവും കളിയൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചടപ്പിടയ്ക്ക് തോന്നലുണ്ട്. ചിലപ്പോൾ അതായിരിക്കും അയാൾ ജയിക്കാനുള്ള കാരണം കേട്ടോ.
ഇയാളിങ്ങനെ ഇരുന്നിട്ട് അനുഗ്രഹം ദൈവം അത് ഇതെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുമാതിരി ചടപ്പ് എനിക്ക് തോന്നലുണ്ട്. അതാണ് കാരണം. ഇതിപ്പം ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നരേന്ദ്രമോദി ദൈവം പ്രജ ദൈവം എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, ചിലപ്പോൾ അതായിരിക്കും ഇയാളെ ജയിപ്പിക്കാനുള്ള സാധനം. എനിക്ക് അറിഞ്ഞൂടെ, തൃശ്ശൂരുകാരനെ പറയേണ്ട സംഭവമാണ് എങ്ങനെയാണ് മൂപ്പര് ജയിച്ചു ചെയ്ത്, എങ്ങനെയാണ് മൂപ്പര് ജയിച്ചത്. പക്ഷെ അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. കാരണം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നത് സുരേഷ് ഗോപിനെ ഇഷ്ടമായിട്ടാണ്. മുപ്പത്തി വരെ ഗുരുവായൂർ പോയിട്ടില്ല. മുപ്പർക്ക് കേരളത്തിലൊരു എന്താ പറയുക കല്യാണത്തിന് കൂടാൻ വേണ്ടി മുപ്പര് വന്നു അല്ല. അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പറയാനാണെങ്കിൽ ശബരിമല ഇങ്ങനത്തെ ഒന്നുമില്ല. അപ്പം ആകെ ഒന്നും പറയാനില്ല, പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ആകെ പറയാം സോമാലിയ പറഞ്ഞ് ശബരിമല പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞൊക്കെ കൂടി ഇതാക്കി കഴിഞ്ഞിട്ട് അപ്പം എന്താ പിന്നെ എങ്ങനെ കല്യാണം ഉണ്ടാകുമ്പോൾ വിരുന്ന് കൂട്ടിയിട്ടെങ്കിലും കുറച്ച് ആളെ ചാക്കലിട്ടെന്നുണ്ട്. അത് എഫക്റ്റ് ആയിട്ടുണ്ട്, ഇല്ല എന്നല്ല അല്ലേ, അത് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ സുരേഷ് ഗോപി ജയിച്ചിട്ട് സുരേഷ് ഗോപി ഇനി ഭരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി മന്ത്രിയാവില്ല എന്നുള്ളതല്ല, അതൊക്കെ വേറെ കാര്യം. സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൃശ്ശൂരിന് ഗുണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ സുരേഷ് ഗോപിയും സുരേന്ദ്രനും അതൊരു കുറേ ദൂരമുള്ളതാണ്. അതൊക്കെ നടന്ന് ബി ജെ പിക്ക് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു സംഭവമാണ്. പക്ഷേ ബി ജെ പിക്ക് പ്രശ്നം എന്താ, ഈ സൗത്തിൽ കിട്ടുമോ നോക്കിക്കഴിഞ്ഞിട്ട് നോർത്തിലൊക്കെ പോണ ലക്ഷണമാണ് അല്ലേ, അതല്ലേ സ്ഥിതി കണ്ടേ നമ്മൾ. അപ്പോൾ ബി ജെ പിക്ക് ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രശ്നമായി നിൽക്കുന്നൊരു സമയമാണ് ഇപ്പം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. അത് എൽ ഡി എഫിന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയവും മൊത്തം ഇന്ത്യയിൽ എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അടിയും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ അധികാരത്തിലാണെങ്കിലും അധികാര കസേരയുടെ കടിഞ്ഞാണെന്ന് പറയുന്നത്, എൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്താണുള്ളത്. അതൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നാടിന് വേണ്ടി, അതായത് ചിലപ്പോൾ മോദിയുടെ വർഗീയ പ്രസംഗങ്ങളായിരിക്കാൻ മതി, ബി ജെ പിയിലുള്ള കുറേ ആൾക്കാർ വർഗീയമായിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാൻ മതി, ബി ജെ പി കൂടുതൽ സീറ്റ് എടുത്തിട്ട് ഭയങ്കര കൺട്രോളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുമെന്നുള്ളത്, ഇതൊക്കെ ചിന്തിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ആൾക്കാർക്ക്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ കൂടെ ജീവിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലും ഒക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ ഏതൊരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തോ ശരിയില്ല എന്ന് തോന്നില്ലേ? അല്ലല്ല, ഞാൻ ബി ജെ പിക്കാരനൊക്കെയാണ്, പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഡിക്റ്റേറ്റർഷിപ്പ് ആവാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളത് ആൾക്കാർക്ക് തോന്നാനുള്ളൊരു സംഭവം. അതൊരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സംഭവം എന്ന് പറഞ്ഞത് തന്നെയാണ്. അധികാരത്തിൽ ആരിരുന്നാലും അധികാര കസേരേൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ജനങ്ങളുടെ അടുത്താന്ന് പറഞ്ഞാൽ ഇത്ര സുന്ദരമായിട്ടുള്ളൊരു ജനാധിപത്യത്തിൻ്റെ ഇത്ര വലിയൊരു സൗന്ദര്യം അതാണ് അല്ലേ. പിന്നെ നമ്മൾ ധ്രുവ് രാഠി എന്ന് പറഞ്ഞ വ്യക്തി, അത് നമ്മളോട് പഠിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്താ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെയും ഭാഗമല്ലാണ്ട് ഇന്ത്യ ഭാരതം എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അയാൾ കുറേ വീഡിയോസ് ഇടുന്നു, അത് ആൾക്കാർ ഏറ്റെടുക്കുന്നു, അതേപോലെ ആൾക്കാർ ഇതാവുന്നു. അതായത് മീഡിയ മുഴുവൻ സോൾഡ് ഔട്ടായി എന്നുള്ളൊരു സിറ്റുവേഷൻ തോന്നുന്ന സമയത്ത് ഇങ്ങനൊരാളക്കും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു സംഭവം അല്ലേ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർക്ക് അതൊരു പ്രചോദനമാണ്. അതായത് നമ്മളെ നാട്ടിൽ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂളും നമുക്ക് സമയമുണ്ടെങ്കിൽ, കൃത്യമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതായത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് ധ്രുവരാട്ടി ഇട്ട ആ ഒരു വീഡിയോയിൽ മുമ്പ് പറയുന്നുണ്ട്, എനിക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി നാളെ എന്നോട് ചോദിക്കുന്ന സമയത്ത്, ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് ആയ സമയത്ത് അവിടുത്തെ ജനാധിപത്യം ഇല്ലാണ്ടായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനിതൊക്കെ ചെയ്തു എന്നെനിക്ക് പറയാമെന്നുള്ളത്. കുറേയൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന കുറേ സംഭവത്തിന് നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് കിട്ടുമെന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കിട്ടോ, എന്ത് കിട്ടും, എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, അതായത് ഇന്ന പാർട്ടിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും.
പക്ഷേ അതല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ലോങ് ടേം, ഒരു ഇൻഫൈനൈറ്റ് ഗെയിമിൻ്റെ ഭാഗമാണ്. ഇൻഫൈനൈറ്റ് ഗെയിം ഒരു പുസ്തകമാണ്, സൈമൺ സിനക്കിൻ്റെ പുസ്തകമാണ് ഫൈനൈറ്റ് ഗെയിമും ഇൻഫൈനൈറ്റ് ഗെയിം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു ഇൻഫൈനൈറ്റ് ഗെയിമിൽ നമ്മൾ ഓരോരുത്തരും ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ഒരു ഇൻഫൈനൈറ്റ് ഗെയിമിൻ്റെ ഭാഗമാണ്. ആ ഇൻഫൈനൈറ്റ് ഗെയിമിൽ ചിലപ്പം ആ ഗെയിമിൻ്റെ റിസൾട്ട് നമ്മളെ ജീവിതകാലത്ത് വന്നോളണം തന്നെയല്ല, പക്ഷെ ആ ഇൻഫൈനൈറ്റ് ഗെയിമിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്, അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ എനിക്ക് ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ടാണ് ഈ ഇലക്ഷൻ കണ്ടത്. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിതിനെപ്പറ്റി എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാനിങ്ങനെ ഈ ഇലക്ഷനെ നോക്കി കാണുമായിരുന്നു എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. നമുക്ക് നമ്മളേതായിട്ടുള്ള ഇന്നാൾ ജയിക്കണം, ഇന്നാൾ തോൽക്കണം, ഇന്ന പാർട്ടി വരണം, ഇന്ന പാർട്ടി, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതാണ് ഇവിടെ ചെറിയ അഭിപ്രായങ്ങൾ. ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ? ശരിയും തെറ്റൊന്നുമില്ല. ഇതിൽ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാവും, ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഓരോരുത്തർക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരമുള്ള ഒരു ലോകത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ കയറി പടച്ചോനാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പടച്ചു വിട്ടാലും ബലിച്ചിറക്കും, അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ വോട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും എനിക്ക് ആ ഇന്ത്യ എന്നുള്ള, എനിക്ക് സത്യം പറഞ്ഞ ആത്മാർത്ഥമായി പറഞ്ഞാണ് ആ ഇലക്ഷൻ്റെ മുമ്പേ നടക്കുക എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരിതുണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ഊർജ്ജം തന്നിട്ടുണ്ട്. ആ ഒരു അലയൻസിനും ആ ഒരു കോൺസെപ്റ്റിനും, ആ ഒരു നിങ്ങൾ വർഗീയത വിളമ്പിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭരണഘടന മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആൾക്കാരെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാജ്യത്തിലെ ആൾക്കാർ ഒരുമിച്ച് എതിർക്കും എന്നുള്ളത്. ഇത് വേറൊരു കാര്യമുണ്ട്, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ട്. ഈ മൊമെൻറ്റം വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ധാരാളം പണിയുണ്ട്, ധാരാളം ആൾക്കാരില്ല. പക്ഷെ ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും CPM ഇവരൊക്കെ കൂടിയിട്ട് മത്സരിക്കുന്ന സമയത്ത് കേരളത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ എന്നുള്ള രീതിയിൽ മത്സരിച്ചില്ല എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം സ്റ്റേറ്റ് ഇലക്ഷനിൽ 2 പാർട്ടിയായിട്ട് 2 മുന്നണിയായിട്ട് മത്സരിക്കുന്നത് കൊണ്ടാണോ? അല്ല, കേരളത്തിൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മുന്നണിയായിട്ട് NDA ഉണ്ടാവും എന്നുള്ളതാണോ? ഐ ഡോണ്ട് നോ. എനിക്ക് രാഷ്ട്രീയത്തിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ധാരാളം ആൾക്കാർ നിഷ്പക്ഷനുണ്ടാവും. ഞാൻ നിഷ്പക്ഷനല്ല കേട്ടോ. കാരണം സ്വയം നിഷ്പക്ഷനാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ധാരാളം ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ടാവും. പോലും പറയുന്നത് കേൾക്കാം. എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയുക. ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് സന്തോഷമാണോ ദുഃഖമാണോ എന്താണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് എന്തായാലും ഈ ഇലക്ഷൻ്റെ മൊത്തമായിട്ടുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പരാജയപ്പെട്ടവർക്ക് നന്നാവാനും ജയിച്ചവർക്ക് വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കി ശരിക്ക് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള അവസരം നൽകുന്ന ഒരു ഇലക്ഷൻ തന്നെയാണ്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.